ഇടുക്കി മൂന്നാറിൽ മാട്ടുപ്പെട്ടി എക്കോ പോയിന്റിൽ കാട്ടുകൊമ്പൻ പടയപ്പിറങ്ങി വഴിയോരത്തെ കട തകർത്ത് ഭക്ഷണ സാധനങ്ങൾ അകത്താക്കി. RRT സംഘമെത്തിയാണ് കൊമ്പനെ കാട്ടിലേക്ക് തുരത്തിയത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, കടയടക്കം തകർത്തോ മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ കാട്ടുകൊമ്പനെ വനത്തിലേക്ക് തുരത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിര ഈ കാട്ടുകൊമ്പൻ പടയത്തെ RRT സംഘം കാട്ടിലേക്ക് തുരത്തിയിട്ടുണ്ട്. പുലർച്ചെ 6:30 മണിയോടെയാണ് ഈ കാട്ടുകൊമ്പൻ പടയപ്പ മാട്ടുപ്പെട്ടി എക്കോ പോയിന്റ് മാട്ടുപ്പെട്ടിയിലെത്തിയത്. തുടർന്ന് ഇവിടെയുള്ള ഒരു വഴിയോര കട തകർക്കുകയായിരുന്നു. അതിനുശേഷം പടയപ്പ ഏറെ നേരം ഇവിടെ നിലനിർത്തിച്ചിരുന്നു. വാഹന ഗതാഗതം എല്ലാം തന്നെ തടസ്സപ്പെട്ട ഒരു സാഹചര്യം തന്നെയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. പിന്നീട് RRT സംഘം സ്ഥലത്തെത്തിയാണ് ഈ പടയപ്പയെ തുരത്തിയത്. ഈ കട പടയപ്പ ഇപ്പോൾ തകർക്കുന്നത് 5-ലധികം തവണ പടയപ്പ ഈ കട തകർത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പടയപ്പ മറയൂരടക്കമുള്ള തലയാറടക്കമുള്ള പ്രദേശങ്ങളിലായിരുന്നു നിലയുറപ്പിച്ചിരുന്നത്. ഇവിടെയുള്ള വാഹനങ്ങളെല്ലാം തന്നെ ആക്രമിച്ചിരുന്നു. വിനോദസഞ്ചാരികളുടെ വാഹനമെല്ലാം തന്നെ ആക്രമിച്ച ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഏകദേശം 6-ലധികം വാഹനങ്ങളാണ് പടയപ്പയ്ക്ക് മതപ്പാട ഉണ്ടായതോടെ 6-ലധികം വാഹനങ്ങളാണ് ഈ പടയപ്പയുടെ ആക്രമണത്തിന് ഇരയായത്. പലരും രക്ഷപ്പെട്ടതും തലനാരിഴയ്ക്കാണ്. ഇതുവരെയും ആളുകൾക്ക് നേരെ യാതൊരുവിധ ആക്രമണം സ്വഭാവം ഇതുവരെ കാണിച്ചിട്ടില്ല. എന്നാലും മതപ്പാടുള്ളപ്പോൾ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് വനവകുപ്പിന്റെ ഒരു നിർദ്ദേശം ഉള്ളത്. ഏതായാലും സർവകക്ഷി യോഗത്തിലെല്ലാം തന്നെ കൃത്യമായ ഒരു തീരുമാനം എടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ചേർന്ന മന്ത്രി അടക്കമുള്ള സർവകക്ഷി യോഗത്തിൽ പടയത്തെ നിരീക്ഷിക്കാൻ പ്രത്യേക RRT സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരെ പുറപ്പെടുവിച്ചായിരുന്നു. ഏതായാലും ഈ പടയത്തെ നിരീക്ഷിക്കാൻ തന്നെ RRT സംഘം സ്ഥലത്ത് പല മേഖലകളിലും ഉണ്ടെങ്കിൽ തന്നെ ഈ പടയപ്പ പലപ്പോഴും RRT സംഘത്തിന്റെ കണ്ണുവെട്ടിച്ച വനമേഖലയിലൂടെ കടന്ന് അടുത്ത പ്രദേശത്തെത്തും. തുടർന്ന് RRT സംഘം ആ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ വീണ്ടും പടയപ്പ വനമേഖലയിൽ കടന്ന് വേറെ പ്രദേശങ്ങളിലെത്തി ഭക്ഷണം അല്ലെങ്കിൽ കട തകർത്ത് ഭക്ഷണം അകത്താക്കുന്ന സ്ഥിതിയാണ്. ഇത് വനവകുപ്പിന് വലിയൊരു തലവേദനയായി മാറി എന്ന് തന്നെ വേണം പറയാൻ. പടയപ്പയെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ് വനവകുപ്പ്. കാരണം നിരവധി തവണ ഈ ഉൾവനമേഖലയിലേക്ക് തുറത്തിയാൽ തന്നെ പടയപ്പ വനമേഖലയിൽ നിൽക്കാതെ തന്നെ ജനവാസ മേഖലയിലേക്ക് തുടരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണുള്ളത്. കാരണം പണ്ട് മുതലേ പടയപ്പ അത്തരത്തിലായിരുന്നു. കാരണം ഈ വാർദ്ധക്യത്തിന്റെ പ്രായാധിക്യത്തിന്റെ ഒരു ഗുണം തന്നെയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ആഹാരം തേടി പോകാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ആയിരിക്കാം ഇത്തരത്തിൽ പടയപ്പ ജനവാസ മേഖലയിൽ ഇറങ്ങാനുള്ള ഒരു സാധ്യതയുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പടയപ്പ ജനവാസ മേഖലയിൽ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയായിരുന്നു നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിച്ചതായാലും ഇന്ന് ഒരു 3-4 ദിവസത്തേക്ക് മാത്രമാണ് പടയപ്പ വനമേഖലയിൽ തമ്പടിച്ചു എന്ന് തന്നെ പറയാം. എന്നാൽ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി ഇന്ന് കട തകർത്ത് ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ അകത്താക്കി. തുടർന്ന് RRT സംഘം സ്ഥലത്തെത്തിയാണ് ഈ പടയപ്പ ഈ മേഖലയിൽ നിന്ന് തുരത്തിയത്. ആതിര. ശരി, ബിനീഷ് ആന്റണിയാണ് ഇടുക്കിയിൽ നിന്നും വാർത്തയുടെ വിവരങ്ങൾ നൽകി.